ഈ കളരിക്കൽ തറവാട്ടില് വീണ് കിടക്കുന്ന ഒരു മുട്ടുസൂചി പോലും എന്റെ അച്ഛന്റെ അമ്മയുടെയോ അല്ല. പക്ഷെ അതിന് അവകാശികൾ വേറെയുണ്ട്. പിന്നെ പറഞ്ഞു കളരിക്കല് നീ വലിയൊരു രാജകുമാരി ആയിരിക്കുമെന്ന്. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഇക്കാര്യം ഗാതമോളോട് പറഞ്ഞതാ. അപ്പൊ എന്നോട് പറഞ്ഞ മറുപടി സർപ്രൈസ് ആയിട്ട് മമ്മിയെ ഇക്കാര്യം അറിയിക്കാന്ന. ഞാനായിട്ട് അതില്ലാണ്ടാക്കണ്ടെന്ന് കരുതി. ഏയ് അതല്ലമ്മേ, അവരമ്മയും മോളും തമ്മിലുള്ള സർപ്രൈസിന്റെ കാര്യമൊന്നും നമ്മൾ നോക്കണ്ട. ഇത്രയും നല്ലൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ സിത്താര മേഡത്തെ വിളിച്ചു പറയേണ്ടത് അമ്മയുടെ ഡ്യൂട്ടിയല്ലേ? അത് ശരിയാ. അത് ശരിയാണെന്നല്ല, അത് മാത്രമാണ് ശരി. അപ്പൊ അമ്മ ഇന്ന് തന്നെ സിത്താര മേഡത്തെ വിളിച്ച് കാര്യം പറയും. ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിന്റെ മുകളില് ഗാതമോൾക്കൊരു പരാതി ഉണ്ടാവരുത്. ഏയ് അതൊന്നും ഉണ്ടാവത്തില്ലമ്മേ. ഇത്രയും വലിയ സന്തോഷം നടന്നിട്ട് അതിനു മേലെ അങ്ങനെ ഒരു കുഞ്ഞു പരാതി ഉണ്ടാവും. അമ്മ വിളിക്കേ. ശരി. അല്ല, അമ്മ എന്താ പറയാൻ പോന്നെ? നീ കേട്ടോ. ആ സുമിത്ര, സിത്താര നാളെ രാവിലെ ഒന്ന് ഇവിടം വരെ വരാമോ? എന്തു പറ്റി? എടോ, ടെൻഷനൊന്നും ആവണ്ട. തന്നെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. എല്ലാവർക്കും കാണണം. സുമിത്ര, കാര്യം എന്താ വെച്ചാ പറ. കാര്യം അങ്ങനെ പെട്ടെന്ന് ഫോണിലൂടൊന്നും പറയാൻ പറ്റത്തില്ല മേഡം. അതാ മേഡത്തിനടുത്ത് നേരിട്ട് വരാൻ പറയുന്നത്. നവീൻ പറഞ്ഞത് കേട്ടല്ലോ. സന്തോഷമുള്ള കാര്യ. സിത്താര എപ്പോ വരുമെന്ന് പറ. എന്നാ പിന്നെ ഞാനൊരു 10 മണിയാവുമ്പോ എത്തിയാ മതിയോ രാവിലെ? അത് മതി, അങ്ങനെ വന്നാ മതി. എങ്കിൽ ഞാൻ ഫോൺ വെക്കട്ടെ. ഗാതമോൾക്ക് കൊടുക്കണോ? വേണ്ട, ഞാൻ മോളെ വിളിച്ചോളാം. സുമിത്ര, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് ഇല്ല. എന്തിനാ സിത്താര ഇത്രയും ടെൻഷൻ ആവുന്നേ? ഞാനും നവീനും ഒന്നിച്ചല്ലേ പറയുന്നേ. ഇങ്ങോട്ട് വന്നു നോക്ക്, അപ്പൊ അറിയാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവിടുന്ന് ഒരു വിളി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഗാതമോൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടാവുന്ന സിത്താരയുടെ പേടി. ഇനി ഗാഥയുടെ ഭാഗത്തുനിന്നും അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും അല്ലേ മേ? ഞാൻ മുമ്പേ നിന്നോട് പറയുന്ന കാര്യം ഇത്. ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന്. മനുഷ്യൻ ഗൗരവക്കാരനാവാനും വഴക്കാളിയാവാനും സമാധാനപ്രിയനാവാനും ഒക്കെ. ഇനി അങ്ങോട്ട് ഗാതമോൾക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. ഇനി അങ്ങോട്ട് നമ്മൾ മൊത്തം ഹാപ്പി അല്ലമ്മേ, പിന്നെന്താ? മോളെ, മോളെ, നീ എന്താ ഇവിടെ? അതെ, ഇവിടെ ഇഴജന്തുക്കളൊക്കെ ഒരുപാട് കാണും, അറിയാലോ. നാഗശല്യമുള്ള തറവാടാ. ഇത്രയും കാലം നാഗം മറ്റുള്ളവരെ കൊത്തുന്നതും കാത്തിരുന്നില്ലേ?
ഇനിയിപ്പൊ എന്നെ കൊത്താണെ കൊത്തിക്കോട്ടെ, തീരുവല്ലോ അതോടെ. നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അല്ലാതെ ഞാൻ ജീവിക്കുന്നതിൽ എന്തർത്ഥമുള്ളതമ്മേ? ഈ നാട്ടിലെ ആളുകളുടെ മനസ്സിൽ നമ്മളുടെ സ്ഥാനം എന്താ? കുറെ പൊട്ടന്മാര്, ഒരു വിവരമില്ലാത്ത വിഡ്ഢികള് അല്ലേ? കീർത്തി, ഞാനാരെയും കുറ്റപ്പെടുത്തൊന്നും അല്ലമ്മേ. ചില നേരത്ത് ഞാനിങ്ങനെ കുറച്ച് ഗൗരവത്തിലൊക്കെ ആലോചിക്കും. പിന്നെ തോന്നും ഇതൊന്നും നമുക്ക് പറ്റിയതല്ലെന്ന്. പിന്നെ ഞാനതങ്ങ് വിട്ടുകളയും. എന്താ നിർമ്മലേ? ഇവളെന്തൊക്കെയോ പറയുന്നത് കേട്ടാ. എന്തൊക്കെയോ പറയുന്നെന്നാ? അച്ഛനും അമ്മയ്ക്കും വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താന്നറിയോ? ചെറിയ പ്രായം മുതല് എന്നോട് പറഞ്ഞു തന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു. അതിന് നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റ് പറഞ്ഞു? ഞാൻ കളരിക്കൽ തറവാട്ടിലെയാണ്. തറവാട്ടിലുള്ളതൊക്കെ എനിക്ക് സ്വന്തമാണെന്ന് പറഞ്ഞില്ലേ? ആണോ? ഈ കളരിക്കൽ തറവാട്ടില് വീണ് കിടക്കുന്ന ഒരു മുട്ടുസൂചി പോലും എന്റെ അച്ഛന്റെയും അമ്മയുടെയോ അല്ല. പക്ഷെ അതിന് അവകാശികൾ വേറെയുണ്ട്. പിന്നെ പറഞ്ഞു കളരിക്കല് നീ വലിയൊരു രാജകുമാരി ആയിരിക്കുമെന്ന്. സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ഒക്കെ ഞാൻ അങ്ങനെ തന്നെ അത് വിശ്വസിച്ചു. എന്നിട്ടൊരു ദാസി പെണ്ണിന്റെ സ്ഥാനമെങ്കിലും എനിക്ക് വീടിനകത്തുണ്ടോ? അതിൻ്റെ ഇടയിൽ എന്റെ പൊട്ടബുദ്ധിക്ക് നവീനോട് ഒരു ഇഷ്ടം. അതങ്ങനെ മായ്ച്ചിട്ടും മനസ്സിൽ നിന്ന് പോവാതെ കിടക്കുക. അതുകൊണ്ട് ഇപ്പോ ഈ നിമിഷം പോലും ഈ വിഡ്ഢിവേഷങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുന്നത്. അല്ലാതെ പറയാനോ ചിന്തിക്കാനോ ഒന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഉള്ളു പൊള്ളിയിട്ടാ നീ ഇതൊക്കെ പറയുന്നെന്ന് അമ്മയ്ക്കറിയാം. എന്തുകൊണ്ടാ നിന്നെ വേദനിപ്പിച്ചവരോട് അമ്മയ്ക്ക് പക പോക്കണമെന്നുണ്ട്. മോളെ, അല്ലാതെ നീ വേറെ ഒന്നും. എന്ത് വേറെ? അബദ്ധമൊന്നും കാണിക്കല്ലെന്നല്ലേ? അതായത് ആത്മഹത്യ ചെയ്യല്ലേന്ന് അല്ലേ?